പേരുമല്ലോ ഞാനെന്ന് പറയാൻ വേണ്ടി എനിക്ക് സത്യം എനിക്ക് നിന്നാണ് വിധത്തിൽ എനിക്ക് അറിഞ്ഞത് ആരും അറിഞ്ഞതുകൊണ്ടാണ് നിന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ നിന്റെ വീഡിയോകൾ കാണുമ്പോൾ നിന്നെ നേരിട്ട് കാണാൻ ഇന്ന് വാപ്പയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെച്ച് നോർമലി കൊണ്ട് കൊടുക്കുന്നതിനെക്കാട്ടി ഒരു പ്രാങ്ക് ചെയ്ത് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടൊരു പ്രാങ്ക് ചെയ്യുവാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ വാപ്പാക്കൊരു റിലേഷൻ ഉണ്ട്, ഇതിലുള്ള ആരോ ഒരാൾ അയക്കുന്ന പോലെയാണ് അയക്കുന്നത്. അതായത് വാപ്പായെ സീക്രട്ടായിട്ട് പ്രണയിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അയക്കുന്ന പോലെ ഒരു പ്രാങ്ക് ചെയ്യാണ് കേട്ടോ, ലവ് ലെറ്ററൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൽ വാപ്പായുടെ റിയാക്ഷനും ഉമ്മയുടെ റിയാക്ഷനും ഒക്കെ നിങ്ങൾക്ക് കാണാം. ആൻഡ് മെയിൻലി ഇതിൽ എന്താണ് സർപ്രൈസ് ഗിഫ്റ്റ് ഉള്ളതെന്ന് കാണാം കേട്ടോ. അപ്പം നമ്മളിത് ഗിഫ്റ്റ് പാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാൻ ഗിഫ്റ്റ് എന്താണെന്ന് ഇപ്പം കാണിക്കുന്നില്ല, അത് ഇതിൻ്റെ ഉള്ളിലാണ് ഗിഫ്റ്റ് ഉള്ളത്. ഇത് കണ്ട, ഇതിനകത്ത് ഒരു ഗിഫ്റ്റ് ഉണ്ട്, ഞാൻ ഇപ്പം കാണിക്കില്ല. ഇനി നമ്മളിത് ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുവാണ്. അപ്പൊ ഇത് മനസ്സിലാവൂല കേട്ടോ, ഇതിന് ഗിഫ്റ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാവൂല. ഇത് വെച്ച് സ്റ്റോപ്പ് ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴും വേണം നമുക്കിനി ബാക്കി എന്താവും നോക്കാം. നമുക്ക് ലവ് ലെറ്റർ എഴുതാൻ പോകുന്ന കുറെ സാധനങ്ങളൊക്കെ പോയി വാങ്ങിച്ചിട്ടുണ്ട്. വെച്ചിട്ടുള്ള ഡയറി മിൽക്കിന്റെ കവർ നമ്മൾ കുറെ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ മെമ്മറീസ് ആയിട്ട് കാമുകി വാപ്പ കഴിക്കുന്നതായിട്ടാണ് നമ്മൾ പണ്ടത്തെ ഒരു പൊട്ടിയൊരു പൂവാണ്. ഞാൻ ഇത് വെഡിങ് ആനിവേഴ്സറിക്ക് കൊടുത്തതാണ്. പക്ഷെ അവർക്ക് ഓർമ്മയില്ല, അന്ന് ഓർമ്മയില്ല. ഇതൊക്കെ നമ്മൾ വലിച്ച് പൊട്ടിച്ച് ഉമ്മ ബാക്കിൽ നിൽക്കുവാണ്. പ്രാങ്കിന് എല്ലാവിധ സപ്പോർട്ടും ഉമ്മയാണ്. ഭർത്താവിന് കാമുകിയുടെ വക ഗിഫ്റ്റ് കൊടുക്കാൻ കൂട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ തലയിൽ എപ്പോഴോ വെച്ചൊരു പൂവാണ്. വാടി വാടി ലെറ്റർ വെക്കണം. ലെറ്റർ നീ എഴുതി ലെറ്റർ. എന്റെ ഹാൻഡ് റൈറ്റിംഗ് വാപ്പാക്ക് അറിയാം, അൽഫിയുടെ നാമ്പും അറിയത്തില്ല. ഒരു ഹാർട്ടൊക്കെ വരയ്ക്കണം. പിന്നെ ലവ് എന്താണ് എഴുതാൻ പോകുന്നത്? ലവ് ലെറ്റർ എഴുതി ശീലമുള്ളതല്ലേ എഴുതിക്കും. ഞങ്ങളൊക്കെ ഇപ്പോഴത്തെ ലവ് ലെറ്റേഴ്സ് അല്ലേ, ഇപ്പൊ ലവ് ലെറ്റേഴ്സ് ഇല്ല, മെസ്സേജ് ആണല്ലോ. സ്നേഹം ഇതാ കരിഞ്ഞൊരു പഴവാണോ? കൊള്ളില്ല. ആകാംക്ഷയുള്ള കുറച്ചു പേരുണ്ട്. അയ്യോ വിഹിതം അത് മറ്റത് മറിച്ചത്. മറ്റുള്ളവരുടെ കാമുകിയുടെയും കാമുകിയുടെയും കണക്കെടുക്കലാണ് ചിലരുടെ പണി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ലൈക്ക് പ്രാങ്കിന് കൂടെ നിൽക്കുന്ന നമ്മുടെ ഫാമിലിയാണ്. അല്ലാണ്ട് കുറെ എണ്ണ ഉണ്ട് മറ്റേ അവരുടെ കുടുംബത്തിൽ എന്ത് സംഭവിച്ചു, ഇല്ലെങ്കിൽ അവർക്ക് എത്ര കാമുകനുണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് എത്ര കാമുകി ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്ന. എനിക്കൊരു അങ്ങനെയല്ല, ഹാർട്ടിൽ അമ്പൊക്കെ ഇട്ട് വരച്ചു വെച്ചിരിക്കുന്ന ഗായ്സ് കോമൺ തന്നെ അവള്. നീ ഒരു പ്രോ. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന് ഇത് എനിക്ക് ഇനി എഴുതാൻ വേണ്ടി അല്ല പേരെഴുതണ്ട. അപ്പൊ മിക്കവാറും എന്റെ പേര് എഴുതിയിട്ടില്ലല്ലോ എന്ന് പറയും. ആ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്ന് എഴുതി. ബർത്ത്ഡേ നിന്റെ പ്രിയപ്പെട്ടവളുടെ എന്നാണോ? ആരെങ്കിലും പ്രിയപ്പെട്ടതാക്ക് നീ തൽക്കാലം. അത് കുഴപ്പമില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും കുത്തിക്കേറ്റാം. അവക്ക് പറഞ്ഞു കൊടുക്കണത് അവള് എഴുതി തകർക്കാണ്. നല്ല ശീലമുണ്ട്. മലയാളമാണ് സെക്കൻഡ് ലാംഗ്വേജ് എടുത്തിരിക്കുന്ന. എക്സാം ആണേ. കാമുകനൊരു കത്ത്. ഇത് സത്യം പറഞ്ഞ എപ്പോഴോ നമ്മൾ എന്തിനോ വാങ്ങിച്ചു. ധനസഹായം, സ്നേഹ സമ്മാനം. ഞാൻ ധനസഹായം എന്താ തിരിച്ചു നോക്ക്. ദാ തന്നെ ഇത്. അത് ന്യായദാനാക്കാൻ ഇങ്ങനെ തിരിച്ചു വെച്ചാ മതിയോ? അതന്നെ ഞാൻ പറഞ്ഞു, ധനസഹായം. നീ എന്നെ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ നിന്നെ ഓർക്ക. നമ്മളെല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഓർക്കാം. പെട്ടെന്ന് എഴുത പാപ്പ ഇപ്പൊ വരും. എഴുതി തകർക്കണം ഇവിടെ. എന്തത് എങ്ങനെ വായിക്കും? ഇത് വേറെ പേപ്പറിലോട്ട് വൃത്തിക്ക് നമുക്ക് എഴുതാം. ഇല്ല, നമുക്ക് സെറ്റ് ചെയ്യാം. ആര് കാണാൻ? ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം.
എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന് നിന്റെ പ്രിയപ്പെട്ടവൾ എഴുതുന്ന ഒരു സ്നേഹ സമ്മാനം. നീ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ പ്രിയപ്പെട്ടവൾ എഴുതുന്ന സ്നേഹ സമ്മാനം. എഴുതുന്ന സ്നേഹ സമ്മാനം. വിദ്യാഭ്യാസം കുറവുള്ള കാണുകയാണ്. എന്നാൽ നീ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ നിന്നെ ഓരോ നിമിഷവും ഓർക്കുന്നുണ്ട്. നമ്മൾ പണ്ട് ചിലവഴിച്ചിട്ടുള്ള ഓരോ നിമിഷവും ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. കണ്ട വാപ്പാടെ എക്സ് ഞാനറിയാതെ ഞാൻ പിന്നെ ഇത് ഉമ്മായാണ്. മറ്റേ ഡയലോഗ് MA പഠിച്ചാലും BA ആണോ പഠിച്ചതെന്ന് എനിക്ക് അറിയില്ല. നിന്റെ വിവാഹ ദിവസം ഞാൻ ഒരുപാട് കരഞ്ഞു. ഓക്കെ എന്റെ മോന് നിന്റെ പേരാണ് ഞാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വേണ്ട, ചിലപ്പോ കത്തും. എന്റെ കാമ എപ്പോഴും ഓർക്കുന്നുണ്ട്. നിന്റെ വിവാഹം പറവല്ലോ. ഓക്കെ, ഞാൻ കത്ത് എഴുതിയിട്ടില്ല. സാഹചര്യം മൂലം പിരിയേണ്ടി വന്നവരാണ് നമ്മൾ. കുറച്ച് പൈങ്കിളി അടിക്കണം. നമ്മൾ പണ്ടത്തെ നീ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൊടുക്കാം. എനിക്ക് അടിയുണ്ടാക്കാനുള്ള ചിരിക്കുന്നു. അല്ല അല്ലെങ്കിലും നിന്റെ ഭാര്യ എന്റെ അത്ര കാണാൻ ഭംഗി. ഇത് ഞാനൊരു ഒരാഴ്ച മുമ്പേ വാങ്ങി വെച്ചിരുന്ന ഫ്ലവർ ആണ്. ഇത് പണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തായാലും വിശ്വസിക്കില്ല. കാര്യം ഇത് ഫ്രഷ് ആണ്, ഇപ്പോഴും ഇതുണ്ട്. അതുകൊണ്ട് ഇപ്പൊ വാങ്ങി അയച്ചതാണെന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ സാധനം എടുത്ത് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് പണ്ടത്തെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. കാരണം എന്റെ പപ്പും കൂടെ എല്ലാം പോയി. ഇത് ഞാന് ഒരാഴ്ച മുമ്പ് വാടാൻ വേണ്ടി തലയിൽ വല്ല വെച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇത് തലയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അവള് 1.5 മണിക്കൂർ കൊണ്ട് ലെറ്റർ എഴുതാനെന്നും പറഞ്ഞു പോയി. അവളെ എക്സാമിന് എഴുതിയിരുന്നെങ്കിൽ നീ ഇപ്പൊ റാങ്ക് ഹോൾഡർ ആന്. ബോറടിക്കണേ. അവള് എഴുതി തന്നാലേ ബാക്കി പരിപാടി ചെയ്യാൻ പറ്റൂ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ലെറ്റർ തീർന്നിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ. ലാസ്റ്റ് ഞാൻ എന്ന് സ്വന്തം ലവ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പൊ ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നില്ല. എന്നാ ഇപ്പൊ തന്നെ റിജക്ട് ചെയ്യുന്നത് എനിക്കറിയാം. നമുക്ക് അണ്ണൻ വായിക്കട്ടെ, അപ്പോഴേ ഒരു സസ്പെൻസ് ഉള്ളൂ. ഗൈസ്, ഞാൻ ലവ് ലെറ്റർ എഴുതാൻ പഠിച്ചേണ്ട. ഫുള്ള് റിബൺ ആയിപ്പോ. ഒരു ഡയറി മിൽക്കും കൂടെ വാങ്ങിച്ചു വെക്കായിരുന്നു. വേണ്ട, ഒട്ടിച്ചു കൊടുക്കാം. ഇനി അടുത്ത ലെറ്ററിന്റെ ടൈമാണ്. മറ്റേ ലെറ്റർ ഇതിനകത്ത് വെച്ച് നമ്മള് മറ്റേ ലെറ്റർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ലെറ്റർ ഇതിലാണ്. നമ്മൾ ഈ ബോക്സിന്റെ അകത്ത് വെക്കാൻ പോകുന്ന ഒരു ലെറ്റർ ഉണ്ട്, അതും കൂടെ എഴുതണം. അപ്പൊ ഗൈസ്, അടുത്ത ലെറ്ററിന് വേണ്ടിയിട്ടുള്ള പേപ്പർ കയറി എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ഈ ബോക്സിനകത്തോട്ട് വെക്കുവാണ്. ഞങ്ങള് എവിടെയൊക്കെ പോയി അറിയിട്ടില്ല. ഇതിന്റെ ലാസ്റ്റ് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ചെരുപ്പ് കടയുണ്ട്. അവിടെ പോയിട്ട് ചേട്ടാ ഞങ്ങൾക്ക് ഒരു ചെരുപ്പ് രൂപ, അതെ 330 രൂപയുടെ ഷൂയുടെ കവറിലാണ്. ചേട്ടാ ഞങ്ങൾക്കൊരു പെട്ടി തരുമോ ചേട്ടാന്ന് ചോദിച്ചിട്ടാണ് ചേട്ടൻ തന്നെ. ചേട്ടൻ തരാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് 2 ഷൂ ഒക്കെ വാങ്ങി. ഓക്കെ, നമുക്ക് ഞാൻ നീ ലെറ്റർ എഴുതിക്കോ. ഞാനിതിങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്റെ ഹൃദയം പഠിപ്പിക്കാൻ വരും. ഇതേപോലെ അടിച്ച് പൊട്ടിക്കുവല്ല. എന്റെ ഹൃദയം ഉണ്ടെന്ന് പിന്നെ ഞാൻ വന്ന് എഴുതിക്കൊണ്ടിരുന്ന പിടിച്ചോണ്ട് പോയിട്ട് ഉണ്ട് ചേട്ടാ. ചേട്ടൻ അലിഞ്ഞു പോയി. ബാക്കി എഴുതണം, ഇനിയുണ്ട്. അത് വേറെ ലെറ്റർ. എന്താണ് എഴുതേണ്ടത്? മെയിൻ പറയൂ. അപ്പൊ ഈ ഹെർക്കുലീസിന്റെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു പണ്ട്. അത് ഓർമ്മയുണ്ടോ നിങ്ങൾ? അതിൽ എന്നെ കാണാൻ വരുന്നത് ഓർമ്മ ഉണ്ടോന്ന് എഴുത്. ഇതാര് കൊണ്ടു തന്നെന്ന് പറയും നമ്മൾ? ഇവിടെ പിന്നെ ഡെയിലി കൊറിയർ വരുന്നല്ലേ പ്രമോഷൻ. പക്ഷെ കൊറിയറിലുള്ള പാക്കിംഗ് അല്ലല്ലോ. ആ കൊറിയറിലുള്ള പാക്കിങ് നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കാറുണ്ട്. ലൈക്ക് അതിനകത്ത് വേറെ ആരെങ്കിലും എന്തെങ്കിലും അയക്കാറുണ്ടോ എന്നുള്ളത് ലൈക്ക് നമ്മൾ കൊറിയർ ബോയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അൺബോക്സ് ചെയ്യുന്നത്. സോ
ഗൈസ്, അപ്പോൾ വാപ്പ വന്നിട്ടുണ്ട്. ലൈക്ക് നമ്മളിവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, വീഡിയോ ചെയ്യുമെന്നറിയാം, അതുകൊണ്ട് ഒരുങ്ങിയിരുന്ന് എഡിറ്റ് ചെയ്യുകയാണെന്നാണ് വിചാരിക്കുന്നത്. മൈക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പയ്യെ പറഞ്ഞാലും മൈക്കിൽ നല്ലോണം കേൾക്കാൻ പറ്റും. സോ മൈക്ക് ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും വെക്കും, എങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റുള്ളൂ. ഇവിടെ വന്നു. അപ്പോൾ ആരിത് ദാണ്ടേ നിങ്ങൾക്ക് ആരാ ഇട്ടിരിക്കണത്? പാപ്പാക്ക് എന്നു തോന്നണ്. പാപ്പാരെ ബർത്ത്ഡേ ഇല്ലേ, അവർ കൊറിയർ കൊണ്ടുവന്നപ്പം ബാക്കിയെല്ലാം പൊട്ടിച്ച്. അപ്പോൾ നോക്കിയാൽ ബർത്ത്ഡേ, അപ്പം ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സ് അയച്ചിരിക്കും. എൻ്റെ ബർത്ത്ഡേന് അതിനകത്ത് അറിയാല്ലേ, ഞങ്ങൾ സ്റ്റോറി അല്ല, നമ്മൾ അൺബോക്സ് ചെയ്തില്ല. സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അതിനകത്ത് ഗിഫ്റ്റ് എല്ലാരും കാണണ്ടേ, അവര് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കും, ചിലപ്പോ ചെയ്യൂന്നും പറഞ്ഞു. അങ്ങനെ വാപ്പു ഒന്ന് കുറെ നേരം കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നടന്നു. അപ്പോൾ അറിയില്ലല്ലോ അതിനകത്ത് എന്താണ് ലെറ്റർ എന്നുള്ളത്. ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രമാണ് മുകളിലുള്ളത്. അപ്പം വേറെന്തോ സബ്സ്ക്രൈബർ അയച്ചു എന്ന് പറഞ്ഞ ആളിങ്ങനെ നടക്കുവാണ്. അപ്പം നമ്മൾ ക്യാമറയൊക്കെ പോയി സെറ്റ് ചെയ്തിട്ട് വന്നു. ഞാൻ ഫോണിലെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇൻട്രോ പറഞ്ഞില്ല, നമുക്ക് ഇൻട്രോ പറഞ്ഞു കൊടുക്കാം. ക്യാമറയിലൊക്കെ പറയണം, ഫോണിലൊക്കെ പറയാം. ഫോണിലെ സെറ്റിംഗ്സ് ചെയ്ത് നമ്മൾ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതിൽ കിട്ടിയില്ലെങ്കിൽ ഇതിൽ കിട്ടും. ഇതിനകത്ത് എന്റെ പേരൊന്നുമില്ലല്ലോ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് നമുക്ക് ഗിഫ്റ്റ് വന്നിട്ടുണ്ടല്ലോ. ഞാൻ നേരത്തെ ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബർ വാപ്പാടെ ബർത്ത്ഡേക്ക് അയച്ച ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുവാണ്. നമ്മൾ നേരത്തെ കൊറിയർ കൊണ്ടുവന്നതും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ലാസ്റ്റ് പറയാം. എനിക്ക് ആദ്യമായിട്ടാണ് എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് കേട്ടോ. പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, വീട്ടിൽ നിന്ന് കിട്ടുന്നതിന് വിലയില്ല. ഒന്നുമില്ല, നമ്മളിപ്പോ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, ആൾക്കാർ ഇഷ്ടപ്പെട്ടായിരിക്കും നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയത്. പക്ഷെ അതിനകത്ത് പേരൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഏതായാലും നമ്മൾ അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ചു. എന്താണ് സംഭവം നമുക്കിവിടെ നോക്കാമല്ലോ. ആദ്യമായിട്ട് കിട്ടിയ ഗിഫ്റ്റ് അല്ലേ, അപ്പൊ ഏതായാലും ഒരു ആകാംക്ഷ ഉണ്ട് കേട്ടോ. പൂരപ്പറമ്പിനുള്ള സാധനങ്ങളാണ് ഡെക്കറേഷൻ വെച്ചിരിക്കുന്ന കാര്യം. നമുക്കിതെല്ലാം ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോ ഇത്ര ആൾക്കാരെ പൊട്ടി. ഇല്ല കുഴപ്പമില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ടൈമിൽ അണ്ണ വലിച്ച് കീറുന്നതാണ് കാണാൻ. ആ കവറൊന്ന് കാണിച്ചു, കവർ കാണിക്കൂ. ഒരു സംഭവം ഉള്ളതേ. അപ്പൊ ഇത് ഷൂ ആണ്, നമ്മുടെ സൈസ് അല്ലെന്നൊക്കെ പറഞ്ഞിങ്ങനെ വാപ്പ ഇരിക്കുന്നുണ്ടായിരുന്നു. അകത്ത് എന്താന്ന് അറിയില്ലല്ലോ, അകത്തല്ലേ ട്വിസ്റ്റ് ഉള്ളത്. അപ്പൊ ഇത് തുടങ്ങുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് കേട്ടോ. ഉണങ്ങിയ റോസാപ്പൂ സംഭവം ഉണ്ടല്ലോ. ഈ ബോക്സിൽ എന്റെ ഹൃദയം ഉണ്ട്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. നല്ല പ്ലാസ്റ്റിക് സർജറിയും ചെയ്യാനുള്ള ഹൃദയം. ഈ ബോക്സിൽ എന്റെ ഹൃദയം ഉണ്ട് ചേട്ടാ. എവിടെ ഒരു റോസാപ്പൂ ഉണ്ട് ചേട്ടാ അതിനകത്ത്. അത് കാണിക്കേ, അത് ലെറ്റർ കാണിക്കേ. കരിഞ്ഞ റോസ, കരിഞ്ഞ ഹൃദയം ഒരിക്കും. കരിഞ്ഞ ഹൃദയമാണ്. നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. അല്ല, മറ്റേ ലെറ്റർ വായര്. അൽഫിയ വായര്, അൽഫിയ. എന്നെ കാണാൻ വരുന്നത് ഞാൻ ഓർക്കുന്നു ഹെർക്കുലിസ് റെഡ് സൈക്കിളിൽ.
ഇപ്പൊ എന്തായാലും അറിയാന്നുള്ളതാണ് എന്റെ വാപ്പാക്ക്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? പണ്ട് ഒരു സൈക്കിൾ ഏതാ കുഞ്ചുനെ മഞ്ജുനെ കാണാൻ പോണത്? പ്രാങ്കാണ് സത്യം. പയ്യന്മാർ നമ്മുടെ കൂടെയുള്ള ഏതോ പയ്യന്മാർ അവന്മാർക്ക് പിന്നെ അൽഫിയ പയ്യന്മാർക്ക് ഇങ്ങനെ ഞാഴ്ക്കലല്ലേ നമ്മുടെ കൂടെ പഠിച്ച പയ്യന്മാരായിരിക്കും. എങ്കിൽ അവരെ കൊണ്ട് നമ്മുടെ കയ്യില് തരത്തുള്ളൂ, നമുക്ക് എല്ലാരും അറിയാമല്ലോ. ഇന്ന് വരെ തരായിരുന്നു, ഇപ്പൊ തരണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പൊ ഇപ്പഴേക്കും ഓർമ്മിച്ച. ആ അത് വലിയ ലെക്ചറാണ്. എന്തരത്? എത്ര ദിവസമായിട്ട് സത്യത്തെ അടിയുണ്ടാക്കാൻ വേണ്ടി ആരോ ഇത് മനഃപൂർവ്വം. ഇത് കാണുമ്പോൾ നിനക്ക് എന്നെ ഓർമ്മ വരും. ഐ ലവ് യു സ്റ്റിൽ. മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. അല്പനേര കൈ അക്ഷരം ഇത്ര വൃത്തിയുള്ള കൈക്ഷരമൊന്നും അല്ല. കാര്യം പോട്ടെ, ഇത് മിക്കവാറും സൈക്കിളിന്റെ കാര്യം പറഞ്ഞോണ്ട് എനിക്ക് ഉറപ്പ്. സൈക്കിള് പിന്നെ ആ സമയത്ത് ഹെർക്കുലീസിന്റെ സൈക്കിൾ എല്ലാവർക്കും ഉണ്ട്. എങ്കിൽ പിന്നെ വേറെ ആർക്കും കിട്ടാത്തത്? ഞാൻ വീഡിയോ എടുക്കണോ? പൊട്ടിക്കട്ടെ, നില്ല് നോക്കട്ടെ. പിന്നെ ഒരു കാര്യം, എന്നെ അറിവുള്ള എല്ലാവർക്കും അറിയാം എനിക്ക് ഹെർക്കുലീസ് സൈക്കിൾ ഉണ്ടാന്നുള്ളത്. അത് പൊട്ടിക്കുന്നതിന് മുന്നേ വെയിറ്റ്, ഞാനും വരുന്നു. ഞാൻ ഈ ക്യാമറ ഇവിടെ എവിടെയെങ്കിലും വെച്ചോട്ടെ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത്രയും ഇത് ചെയ്യുന്ന ഫ്രണ്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന അവർക്ക് അറിഞ്ഞോലും കൂടെ യൂട്യൂബ് നമ്മളെ വീഡിയോ കാണി സപ്പോർട്ട് ചെയ്യുന്നല്ലാണ്ട് അവർക്ക് അതിനെപ്പറ്റി ബർത്ത്ഡേ ഇന്നാണെന്ന് പുറത്ത് അധികം ആർക്കും അറിയത്തില്ല. അതാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അവർക്ക് അറിഞ്ഞൂടെ? നമ്മുടെ സർവീസ് ബുക്കിൽ നോക്കുമ്പോൾ അറിഞ്ഞൂടെ? ആര് എന്ത് സ്റ്റോറി സ്റ്റാറ്റസ് ഞങ്ങൾ കണ്ടില്ലല്ലോ. മാത്രമാണ് സ്റ്റോറി സ്റ്റാറ്റസ് ഇടാൻ പോകുന്നത്. റെഡ് സൈക്കിളിന്റെ കാര്യം അവർക്ക് റെഡ് സൈക്കിളിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാമോ ആർക്കെങ്കിലും? കൂടെ പഠിച്ച ഏതോ തെണ്ടികളുടെ കാര്യം. പണി വരുന്നുണ്ടവറാച്ച. അല്ലല്ല, ഞാനാണ് കണ്ടത്. വള്ളിയടി അതെന്തുവാ? നല്ല ദിവസം എന്തോ ഇതാണ് ഇവന്മാര് മനപ്പെടുന്നത്. ലവ് പേരുണ്ട്, ഇത് ആരോ പ്രാങ്കാണ്. പിന്നെ നമുക്ക് തുറക്കാമല്ലോ ധൈര്യത്തോടെ. പ്രാങ്ക് ആണെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ തുറക്കാമല്ലോ. പ്രാങ്കാണെങ്കിൽ തുറക്കാം, പക്ഷെ മൈന്റെ മുഖം ഇപ്പൊ തന്നെ എന്റെ മുഖം ഒന്ന് നിങ്ങൾ നോക്കട്ടെ. പിന്നെ എന്റെ മുഖം പേടിക്കണ ആള്. നല്ല ഹാൻഡ് റൈറ്റിംഗ്. ഇത് കണ്ടാലേ അറിയാം പഠിച്ചിട്ടില്ലാത്ത ആരോ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. വായിക്കേ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഇങ്ങനെയൊന്നും അല്ലടാ. അൽഫി വാങ്ങിച്ച് വായിട്ടല്ലേ? ഞാൻ വായിക്കല്ലേ നോനപ്പള്. നിങ്ങൾ കൂടെ പഠിച്ച കൂട്ടുകാരൻ വിശാഖ എഴുതുന്നത് നൽകുന്ന സമ്മാനം. നീ ഞാനും വന്ന് റെഡ് കളർ ഹെർക്കുലീസ് സൈക്കിൾ കറങ്ങി നടന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ പണ്ട് ചിലവഴിച്ച ഒരുപാട് നിമിഷങ്ങൾ നമ്മൾ കൂട്ടുകാരെ പോലെ കഴിഞ്ഞു. ഇങ്ങനെയല്ല ഈ ലെറ്ററിൽ കൊടുത്തേക്കണത്. ഫുള്ള് വായിച്ചിട്ട് ഞാൻ വായിക്കും. ഇത് ഫുള്ള് വായിച്ചിട്ട് ഞാൻ വായിക്കും. ഇതാരോ സത്യം പറയുന്നത് ആരോ പ്രാങ്കാണ്. എങ്കിൽ പിന്നെ വായിട്. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, നിന്റെ പ്രിയപ്പെട്ടവൾ എഴുതുന്ന ഒരു സ്നേഹ സമ്മാനം. എഴുതുന്ന സ്നേഹം അപ്പോഴേ കൂടെ പഠിച്ചിട്ടില്ലാത്തത്. നിന്റെ പ്രിയപ്പെട്ടവൾ എഴുതുന്ന ഒരു സ്നേഹ സമ്മാനം. എന്റെ ലെറ്റർ സമ്മാനമായി കൂടെ? ലെറ്റർ എന്ന് പറയുന്ന ഒരു സമ്മാനമായി. പൊന്നോ കൊടുക്കത്താ. പിന്നെ നീ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാൽ ഞാൻ നിന്നെ ഓരോ നിമിഷവും ഓർക്കുന്നുണ്ട്. മനസ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി, പേടിക്കരുത്. നമ്മൾ പണ്ട് ചിലവഴിച്ചിട്ടുള്ള ഓരോ നിമിഷവും ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. കൂടെ പഠിക്കുമ്പോൾ ആർക്കൊക്കെ നമുക്ക് അങ്ങനെ ഓർക്കാമല്ലോ. എന്ത് കുഴപ്പമിരിക്കണം. ഓരോ സാഹചര്യം കാരണം രണ്ട് വഴിക്ക്
ആയവരാണ് നമ്മൾ. 10ാം ക്ലാസ് കഴിയുമ്പം ചിലപ്പോൾ +2 കോളേജിലൊക്കെ പോകും. പിന്നെ ഞാൻ അന്ന് പ്രീ ഡിഗ്രിക്ക് പോയി അങ്ങനെയൊക്കെ കൂടെ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലല്ലോ. നിന്റെ 2 മക്കളെയും കാണുമ്പോൾ എനിക്ക് ജനിക്കാതെ പോയ കുട്ടികളാണ് എന്ന് ഞാൻ ഓർക്കാറുണ്ട്. നിന്റെ വീഡിയോകൾ കാണുമ്പോൾ നിന്നെ നേരിട്ട് കാണാൻ കൊതിയാവാതെ കാഴ്ചത് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇത്രയും പഠിക്കാത്ത ആൾക്കാർ എൻ്റെ കൂടെ എൻ്റെ കമ്പനിയായിട്ടില്ലേ കൊതിയാവാറുണ്ട്. ഭർത്താവുമായി അടിയാകുമ്പോൾ നിന്റെ അടുത്ത് വരാൻ തോന്നും. ഇത് നമ്മൾക്കുള്ള പുതിയ തുടക്കം ആവട്ടെ. മിക്കവാറും ഇന്നത് പുതിയ തുടക്കം. നമ്മൾക്കൊരു പുതിയ ജീവിതം തുടങ്ങിയാലോ? ഇത് കാണാൻ നിനക്ക് അറിഞ്ഞില്ല. ഒരിക്കലും ഇത് ഇവിടെ ഇങ്ങനെ ഗിഫ്റ്റ് വരുമ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്നേ വായിക്കുള്ളൂ. അല്ല, അതിന് വാപ്പാരയില് കൊടുക്കുന്നല്ലേ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഇല്ലെന്ന് ഞങ്ങൾ വിതിരയിലെന്നല്ലേ അറിഞ്ഞത്. അല്ല, ഞങ്ങള് വിതിരയിലായിരുന്നോ? അല്ലേ, അതുമല്ല, കൊറിയർ ബോയ വിനോദ് പേരുള്ള ആൾക്കടുത്തേ കൊടുക്കും. ഞങ്ങൾ വിതിരയിലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടാ, ഇതിപ്പോ അവർക്കറിയാം നമ്മളിവിടെ ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ ഒരു ലൈനാണ് എഴുതണമെങ്കിൽ നിന്റെ മുഖം കാണാൻ പേടിയാവും. എന്തായാലും അപ്പൊ അവർക്കറിയാം നമ്മളിങ്ങനെ വായിക്കുള്ളൂ. അപ്പൊ ഈ ലെറ്ററൊക്കെ ഇങ്ങനെ വെക്കുമോ? ഒരു ലൈനാണ്. എന്തെല്ലാം കാലം കൊണ്ട് എൻ്റെ ഫോൺ നമ്പർ എടുക്കാൻ എനിക്ക് മെസ്സേജ് ഇട്ടൂടെ? എന്നിട്ട് നിന്റെ കമന്റ് ബോക്സിൽ ഞാൻ എൻ്റെ കമന്റുകൾ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. നിന്റെ ജീവിതം എൻ്റെ കൂടെ ഉള്ളപ്പോൾ എത്ര സന്തോഷമായിരുന്നു എന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾ നിന്റെ ഭാര്യ ഒരു മൂദേവിയാണ്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അത് വായിച്ചപ്പോ അവരെ ചിരിയോ? ഇത്രയും നേരം അവർക്ക് വെപ്രാളോ? പറഞ്ഞിട്ട് ഇവിടെ എണീക്കും. ഇത് പൊട്ടിക്കുമ്പോ അറിയാലോ ബാക്കി എന്തായിരുന്നു. ഒരു മൂദേവിയാണെന്ന് നീ പറഞ്ഞത് ഓർക്കുന്നു ഞാൻ. നീ എൻ്റെ അടുത്തേക്കു വരൂ സ്നേഹിത, ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു എന്ന് സ്വന്തം ലവ്. സത്യം പറഞ്ഞ ആളായിരുന്നെന്ന് ചോദിച്ചാൽ ഇതിപ്പം ഹെർക്കുലീസ് അയക്കണം. നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന നമുക്കിട്ട് നല്ല പണി എനിക്കിട്ട് ആരോ തരാൻ വേണ്ടി നമ്മൾ അറിയാന്നുള്ള ആൾക്കാരെ സീരിയസ് ആക്കി എടുക്കാതെ നിങ്ങൾ തമാശയെന്ന് പറഞ്ഞിരിക്കണം. ഇത് സീരിയസ് ആക്കി എടുക്കണ്ട. നിങ്ങളൊരു തമാശയൊക്കെ കളയാനാണ് നിങ്ങൾ ശ്രമിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ എന്ത് ചെയ്തു? ഒരാൾക്ക് ഗിഫ്റ്റ് അയച്ചേക്കുന്നത് ആരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയാന്ന് വെച്ചാൽ ചിലപ്പോ അവർക്ക് എന്തെല്ലാം ചിലപ്പോ എന്നെ അറിഞ്ഞൂടെ. ഞാൻ ഇതിന്റെ ഇടയിൽ പിടിച്ച് എത്ര പിള്ളേരുണ്ട്, ആരെയും ഒരാളെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് അയച്ചാൽ യൂസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ സാധനം ആയാലും അപ്പൊ ഇങ്ങനെ വരുമ്പോ നമുക്ക് അറിയാൻ പറ്റും ഐഡിയ. ഞാൻ ഇന്ന് വരെ ഇങ്ങനെ സാധനം ഞാൻ ആർക്കും മാറ്റി കൊടുത്തു. മിണ്ടായില്ലേ ഇത് അത് ആരും നമ്മളെ മനഃപൂർവ്വം പ്രാങ്ക് ചെയ്യാൻ വെളിയിൽ നിന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ അവര് നമ്മുടെ കൈ നമ്മളെങ്കിലും പറയുമല്ലോ. ഒന്നാമത് സംഭവം എന്റെ ഉമ്മ ഇപ്പൊ തുടങ്ങി ഇനി അടുത്ത്. ഇനി അടുത്താ നിങ്ങൾ കൂടുതൽ ചിരിക്കണ്ട പൊട്ടിക്ക്. ഞാൻ ആരായാലും ഭാര്യമാരാവുമ്പോ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വന്നാ ചോദിക്കൂലേ? ഇന്നലെ വരാത്തത് മെനിയാന്ന് വരാത്തത് അതാണ് ഞാൻ പറഞ്ഞ. ആയിരുന്നു ചോദിക്കാൻ, ആയിരുന്നു പറയാ. സോറി, ചോദിക്കാനല്ല, ആയിരുന്നു പറയും. അത് പൊട്ടിക്കുമ്പോ നിങ്ങൾ പറയുമല്ലോ. പറയും രാജകുമാരി വാങ്ങിച്ചതാണ് ഈ സാധനം. അതെ രാജു. അപ്പൊ ഇവിടെ എവിടെ ഉള്ളത് തന്നെ? രാജകുമാരി എല്ലായിടത്തും ഉണ്ട്.
ഇനി രാജകുമാരി ഇത് ആരും വാങ്ങിയത് ലിസ്റ്റ് എടുക്കാൻ പറ്റും. അണ്ണ ആലോചിച്ചത് ഭയങ്കര മൊബൈലിൽ കളി അല്ലെങ്കിൽ കൂടിയിരിക്കും. ഞാനും എണീച്ച് പോകാൻ പോകും. നിങ്ങൾ ഒറ്റയ്ക്ക് പൊട്ടിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് പൊട്ടിക്ക്, ഞാനും എണീച്ച് പോകണം. നിങ്ങൾക്ക് ആളെ അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ, ആരൊന്നും അറിഞ്ഞുകൂടാ. ഓ, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പൊട്ടിക്കും, ഞാൻ പോകണം. പിള്ളേരെ നിങ്ങൾ പോയി, ഞാനും പോകണം. എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ ആരെങ്കിലും അകലെ അങ്ങനെ പേരെങ്കിലും വായിക്കും നോക്കാം. എനിക്ക് ചിരി പറഞ്ഞു. നിങ്ങൾക്ക് ചിരി വരാൻ നിങ്ങളിത് പൊട്ടിച്ചപ്പോഴേ ചിരി. എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു. ഇത് ആരുടെ ഇതൊക്കെ ചെയ്തത്? ഇത്രയും പാടുവിട്ട് എന്നെ പ്രാങ്കാൻ വേണ്ടി. നല്ല വെയിറ്റ് ഇതിനകത്ത്. പിള്ളേരെ വാ. അല്ല ചുടുകല്ലുമായിരിക്കും. സീരിയസ് ആയിട്ട് കള്ളം വേണമല്ല. നിങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ. ഞാൻ ഹെർക്കുലി സൈക്കിളിൽ പോകണം ശരി തന്നെ. അത് നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹെർക്കുലി സൈക്കിളിൽ പോകുന്നത്. അപ്പോഴേ ലൈനിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് ക്രഷുള്ള ആരും ഇല്ലായിരുന്നു. എന്തായാലും ഇങ്ങനെ അയക്കാനായിട്ട് ആരും ഇല്ല. ഉറപ്പ്, 100% ഉറപ്പ്. ആരും അയക്കില്ല. നിങ്ങളത് പൊട്ടിക്ക് നോക്കട്ടെ. ആൻഡ്രോയിഡ് വിവോയുടെ ലോക്കഡ് ഞങ്ങൾ പോയി ചെക്ക്. നിങ്ങൾ അടി ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ്. എന്താ സംഭവം ഒന്നുമില്ല അറിഞ്ഞിട്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് നല്ല ഗിഫ്റ്റ് വന്നല്ല. ഇനിയിപ്പോ എന്റെ ഗിഫ്റ്റ് സത്യം ഞാൻ എല്ലാം ചോറൊക്കെ ഒരുങ്ങാൻ പറഞ്ഞപ്പോഴാണ് ഇത് ആക്ച്വലി ലവേഴ്സിന് കൊടുക്കുന്ന ടൈപ്പ് ഗിഫ്റ്റ് ആണ്. നിന്നെ ഇപ്പോൾ ആര് വിളിച്ചത്? നീ ഇതെവിടെ വിളിക്കണോ? കൊച്ചിനാണെങ്കിൽ സത്യമായിട്ട് ഇന്ന് നാളെ അവക്ക് നമ്മളെ കല്യാണം എത്ര വർഷമായി? ഇതുവരെ ഇങ്ങനെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്? ആരെ വല്ല കുഴപ്പമുണ്ടായിട്ടുണ്ടോ? പിന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പൊട്ടിക്കട്ടെ. നമ്മൾ ഇന്നലെ വിതിരയെന്നുള്ള സ്റ്റോറി ഇട്ടിരുന്നല്ലേ? ഞാനും മക്കളും വിതിരയിലാണെന്നുള്ള സ്റ്റോറി ഇട്ടിരുന്നു. ഇതൊന്നും വീഡിയോ ഇട്ടല്ലേ? പിടിച്ചൊക്കെ വയ്ക്കണോ? നമുക്ക് ക്ലോസ് അപ്പ് വെച്ചെടുക്കാം. അതെ വേണ്ടേ? എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞു. നീ ക്ലോസ് അപ്പ് എടുക്കുക എന്തിനാ? എന്താ ഇനി ഇതിനകത്ത് അടി ഉണ്ടാക്കാനുള്ള വല്ലതും ഉണ്ടാന്നാണ് ഞാൻ നോക്കണത്. പൊട്ടിക്കട്ടെ അടി. ഓ നിങ്ങൾ പൊട്ടിക്കും. പിന്നെ പൊട്ടിക്കാതെ തിരിച്ചയക്കാനുള്ള അഡ്രസ് ഒന്നും ഇതിൽ തന്നിട്ടൊന്നും ഇല്ല. നിങ്ങൾ വീഡിയോ അങ്ങോട്ട് അത് കാണാമല്ലോ. ആരൊന്നും പറയണില്ല, ഒന്നും പറയണില്ല. സത്യം എനിക്ക് നിന്നാണ് വിധത്തിൽ എനിക്ക് അറിഞ്ഞത്. ആരും അറിഞ്ഞിടത്തോണ്ടാണ്. നിന്നാണ് അറിഞ്ഞത്. നമുക്ക് നോക്കാം. എന്തായാലും അയച്ചില്ല ആരും ഇതിനകത്ത്. എന്തായാലും അയച്ച ആൾ എന്തായാലും അത് വെച്ചിട്ടുണ്ടായിരിക്കും പേര്. അല്ല പിന്നെ കൊടുത്തിട്ടുള്ള ആർക്കും ആലോചിച്ച് നോക്ക്. ഈ പൂവല്ല മറ്റേ അതിന് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഈ പൂവൊക്കെ ഞാൻ ഇത്ര വർഷം പഠിച്ച സമയമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ സമയത്ത് എവിടെയും പൂ ഒരിക്കണം. ഇതേപോലത്തെ പൂ എടുക്കണം. അന്ന് വാങ്ങിക്കാൻ തന്നെ കയ്യിൽ പൈസ വേണ്ടേ? അന്നൊക്കെ 5 രൂപ കിട്ടണമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു. നീ വാപ്പാക്കിട്ട് പണി വയ്ക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. ചെറിയ എന്റെ കാമുക അയക്കൂല. നിന്റെ കാമുക ഇതിനകത്ത് വേറെന്തോ ഇതൊന്നുമില്ല. ഉമ്മ എല്ലാം നശിപ്പിച്ച് മാറിപ്പോയി. അത് വാപ്പാക്കിട്ട് പണിയുമ്പോഴേ ഇതുപോലെ എന്തെങ്കിലും കിട്ടുന്ന ആലോചിച്ചോളൂ. നിന്റെ അടുത്ത് മാത്രമേ ലവ് ലെറ്ററിൽ വേണോന്ന് പറഞ്ഞൊരു ഒറ്റ വാക്കുണ്ട്. ഭർത്താവുമായിട്ട് അടികൂടുമ്പോ കയ്യില് കിട്ടുന്ന മക്കളെ വാരിപ്പറക്കി നിങ്ങളുടെ അടുത്ത് വരാൻ തോന്നുന്നു. ഇത് ആരെഴുതിയത്? അൽഫിയ. മൊത്തം അൽഫിയ. മുട്ട തെറ്റ് നിന്നെ പഠിപ്പിക്കുന്ന ടീച്ചറിനെ നീ കാണണം. മുട്ട തെറ്റ് കയ്യക്ഷരം എന്തിനു വെച്ചേക്കുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു ലെറ്റർ ആ വലിയ ലെറ്ററെ കണ്ടപ്പോ അതൊക്കെ അടിച്ചു മാറ്റി വെക്കാൻ നിങ്ങൾ കണ്ടുപിടിച്ചത്.
സത്യം ഞാൻ വിചാരിച്ചു നമ്മളെ കൂടെ ഉള്ള ആരോ ഗസ് വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇത് കണ്ടിട്ടൊരു മൊബൈൽ ഫോണാണ് ഉറപ്പായിട്ടും. ആര് വാങ്ങിച്ചെന്നാണ് ഇത് അൽഫല വാങ്ങിച്ചത്. ഏത് ഫോണായിരിക്കും ഗസ്സടി? ഐഫോൺ. ഐഫോൺ എനിക്ക് ഐഫോൺ കയ്യിലില്ല. ഞാൻ യൂസ് ചെയ്യുന്ന പഴയ സെറ്റ് അല്ലേ. അപ്പോൾ വീഡിയോ എടുക്കാണ്ട് ഐഫോൺ. ദിവസം ഞാൻ റിച്ച് ആണ്, അത് വേറൊരു കാര്യം. ഞാൻ സമ്പന്നയാണ് ഗൈസ്. കാരണം ഞാൻ പ്രൊമോഷൻ ഒക്കെ ചെയ്ത് എനിക്ക് അവക്ക് പിന്നെ വേറെ ചെലവൊന്നുമില്ല. എനിക്ക് വേറെ ചെലവൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ പൈസ കൂട്ടി വയ്ക്കുക, കറങ്ങാൻ പോവുക, ഇതൊക്കെ തന്നെയാണ് എൻ്റെ പണി. നമ്മൾ പോലും അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടില്ല. അത് ഇനി സ്പേസ് ഇല്ലെന്നും പറയൂലല്ലോ. 1 TB ക്യാഷ് നോക്കിയില്ല. 1 TB. നോർമലി ഒരു ഐഫോൺ 1,55,000 ഒക്കെ ഉള്ളൂ. 1 TB 1,99,000 മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. ഇത് വാങ്ങിയത് ഇവിടെ നിന്ന് എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ല. വാപ്പ ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കുവാണ് 1 മന്തിലേക്ക്. അപ്പം ഞാൻ ഷെഫീഖും അമ്മ ദുബായിൽ നിന്ന് നാട്ടിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു മാമ എനിക്ക് ഫോൺ കൊണ്ടുവരാമെന്ന് വെച്ചാൽ മാമാക്ക് അവിടെ ഷോപ്പുണ്ട്. ഷെഫീഖും അമ്മക്ക് അവിടെ ഷോപ്പുണ്ട്. അപ്പം ഞങ്ങൾ അജ്മാലിൽ നിന്നിട്ട് ഞാൻ മാമയുടെ അടുത്ത് പറഞ്ഞു മാമ കൊണ്ടുവന്ന് തന്നതാണ്. മാമയാണ് കൊണ്ടുവന്ന് തന്നെ. 3 മണിക്കൂറാണ് നീ എന്നോട് ഇരുന്നത്. എന്നിട്ട് നീ പറഞ്ഞില്ല ഈ സംഭവം. ജീവിതത്തിൽ ഏറ്റവും വലിയ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഈ ഐഫോൺ. അതും എൻ്റെ മോളുടെ കയ്യിൽ നിന്ന് ഇത്ര ചെറിയ പ്രായത്തിൽ അവൾ എനിക്ക് വാങ്ങിച്ചു തരുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. EMI ഒന്നല്ല ഗൈസ്, കാര്യം ദുബായിൽ നിന്ന് EMI ഒന്നും കിട്ടത്തില്ല നമുക്ക്. ഞാൻ സാധാരണ എൻ്റെ ഇരിക്കുന്ന വിവോയുടെ ഫോണാണ്. ഞാൻ അത് വെച്ചാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. 5 വർഷത്തോളം ഞാൻ വാങ്ങിയിട്ട് പിന്നെ അത് വെച്ച് ഇപ്പം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കോൾ മാത്രം അറ്റൻഡ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കുന്നെങ്കിൽ അൽഫലയുടെ സഹായം അല്ലെങ്കിൽ ബുള്ളറ്റ് വാങ്ങിച്ചു തരാന്നാണ്. അങ്ങനെ ഞങ്ങൾ ബുള്ളറ്റ് ആ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളെ വീടിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ശിവജി മോട്ടോഴ്സിലാണ് കേട്ടോ റോയൽ എൻഫീൽഡ് നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പൊക്കെ ബുള്ളറ്റ് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാനും ഉമ്മായും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ പിന്നെ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ച് വാപ്പ പറഞ്ഞു ഇപ്പോഴത്തെ വീലിനൊക്കെ ആരാണ് ഈ 2 വീലറിൽ പോവുക, നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാറാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു അങ്കിളെ പ്ലാൻ ക്യാൻസൽ ആയിട്ടുണ്ട്. കാര്യം സംഭവം വാപ്പാടെ വായിൽ നിന്ന് ഇങ്ങനെ വീഴുമ്പോൾ പിന്നെ നമ്മളത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും വാപ്പ 2 വീലർ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, ഭയങ്കര കുറവാണ്. അപ്പോൾ അതിനെക്കാട്ടി ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫോൺ തോന്നി കേട്ടോ. ഫൈനലായിട്ട് നോക്കിയിട്ടുള്ളത് ഇതാണ്, ക്ലാസിക്കാണ്, റോയൽ എൻഫീൽഡിൻ്റെ ഇതിൻ്റെ ക്ലാസിക്കാണ് നോക്കിയിട്ടുള്ളത്. 233 കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. കളർ വേറെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിനി അതും കൂടി നോക്കിയിട്ട് വേണം കൺഫേം ചെയ്യാനായിട്ട്. നമുക്ക് എന്തായാലും അതും കൂടി നോക്കാം. ഇപ്പോൾ ഇത് ജാക്കറ്റ്സും എല്ലാം ആക്സസറീസും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ തന്നെ വന്നത് വീട്ടിന് അടുത്തായതുകൊണ്ടാണ് മെയിൻ കാര്യം. മിനി ബുള്ളറ്റ്സ്, മിനി റോയൽ എൻഫീൽഡ് അറിയത്തില്ല. ഇതുണ്ടോ ഹെൽമെറ്റ്സ്, ഗ്ലൗസ് എല്ലാം ഉണ്ട്. ഞാനിവിടെ ഗസ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് എനിക്കിവിടെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട് വന്നിട്ട് അതിലേക്കൂടെ അകത്തേക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഞാൻ വന്നത്. കണ്ടാ അപ്പോൾ ഇതിൻ്റെ ഫുൾ മാറ്റ് ബ്ലാക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വന്നിട്ട് 2,79,000 സംതിങ് ആണ്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഈയിടെയായിട്ട് ബുള്ളറ്റിനെ പറ്റിയൊന്നും പറയുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. എന്നാലും കൺഫേം ചെയ്തിട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. നമുക്ക് വന്നിട്ട് നോക്കാം. ബുള്ളറ്റ് ഓക്കെ. അപ്പോഴേ ഞാനിപ്പോ തന്നെ എന്റെ ബൈക്ക് വെച്ചിട്ട് ഞാൻ കാറിലാണ് പോകുന്നത്. വെയിലൊക്കെ ആയതുകൊണ്ട് അതാണ് അത് നോക്കിയിട്ടാണ് ആ പ്ലാൻ ക്യാൻസൽ ചെയ്തത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ എവർക്ക് പിന്നെ വ്ളോഗ് എടുക്കാനായിട്ട് ഐഫോൺ ഇല്ല, ക്യാമറയേ ഉള്ളൂ. അപ്പോൾ ഐഫോൺ ആണ് ഏറ്റവും ബെറ്റർ. സത്യം പറഞ്ഞാലേ കുറച്ച് എന്തോ നിങ്ങൾ രണ്ടോ ഒരു ചെറിയൊരു കള്ളക്കളി കളിക്കുന്നുള്ള എനിക്ക് എന്തോ ഒരു കള്ളത്തിന്. അതാണ് എൻ്റെ ഈ പ്രൊമോഷൻ പൈസ ക്യാഷ് അല്ലേ. പൊതുവേ എൻ്റെ പ്രൊമോഷൻ ക്യാഷൊക്കെ ഞാൻ എവരുടെ അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാറ്. കാര്യം എൻ്റെ കയ്യിലിരുന്നാൽ ഞാൻ എവിടെ പോയാലും ഗൂഗിൾ പേയിൽ ലുലുവിലൊക്കെ പോയാൽ ഒരു ദിവസം 20,000 രൂപയൊക്കെ ഞാൻ മറ്റേ ഫാഷൻ സ്റ്റോറിലൊക്കെ കയറിയിട്ട് ചിലവാക്കും. കാര്യം ഒരു 1000 റുപ്പീസിന് ഒരു 10 ടോപ്പ് എടുത്താൽ 10 രൂപ കാലി. അതുകൊണ്ട് ഞാൻ എല്ലാം ഇവരുടെ അക്കൗണ്ടിൽ. അപ്പോൾ ഈ പ്രാവശ്യം പ്രൊമോഷൻ വന്ന എല്ലാ ക്യാഷും ഞാൻ നൈസായിട്ട് എൻ്റെ അക്കൗണ്ടിലോട്ടാണ് വാങ്ങിയത്. കാര്യം ഇല്ലെങ്കിൽ ബൾക്കായിട്ട് ഈ 2 lakh ഒക്കെ എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പൊക്കും. പിന്നെ ഇത് 2 lakh ആയിട്ടില്ല, 1,99,000. ഞാൻ അറിഞ്ഞില്ല. അതിനിടയിൽ കൂടി അവൾ എടുത്തോണ്ടൊന്നും
അതിന്റെ കഥയൊക്കെ വ്ലോഗ് വരുമ്പോ കാണാം. ഞാൻ ലെറ്റർ വായിച്ചപ്പോ ഞാൻ ഇതിപ്പോ ശരിക്കും അല്ല ഇതിപ്പോ ശരിക്കും ഞാൻ പ്രാങ്കായി. ഞാൻ ഇവിടെ നോക്കണേ പൊട്ടിയാ മനസ്സിലായില്ല. ഇതൊക്കെ വലിയൊരു അനുഗ്രഹം എന്ന് പറയാൻ കേട്ടോ. നമ്മുടെ ഈ ഒരു പ്രായത്തിലൊക്കെ നമ്മുടെ മക്കളൊക്കെ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഇത്രയും കൂടി ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിരുന്ന് പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. മിക്ക ആൾക്കാരും അറിയാമല്ലോ ഇങ്ങനെ ഈ പ്രായത്തിലൊന്നും സമ്പാദിക്കില്ല. പക്ഷെ അവൾ കൊച്ചിലെ അവൾ അതിനുവേണ്ടി ഇറങ്ങി. നമ്മുടെ സപ്പോർട്ടാണ്. ഞാനും ഉമ്മായൊക്കെ നല്ല സപ്പോർട്ടായിട്ട് അവൾ ഇതുവരെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നു. ആ ക്യാമറമാൻ അവളാണ്. എന്തായാലും ഇത് മാത്രമല്ല ഒരുപാട് വാങ്ങി തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും വില കൂടിയത് വാങ്ങി തന്നത് ഇപ്പം ഇതാണ്. ഞങ്ങൾ എന്ത് വേണമെന്ന് ഞങ്ങൾ തമ്മിൽ ഇരുന്ന് സംസാരിച്ചാൽ പോലും അവള് അത് ഞങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് തരാൻ ഇരിക്കട്ടെ ഉമ്മ ഇന്നലെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ പാപ്പ പറഞ്ഞില്ലേ പോവാണെങ്കിലും അവരുടെ കാർഡൊന്നും യൂസ് ചെയ്യാറില്ല. നമ്മള് അവള് തന്നെയാണ് എല്ലാം വാങ്ങിക്കുന്നത്. ഒരു ഇതൊക്കെ ഡ്രസ് ആയാലും എല്ലാം അവർക്ക് കൂടുതലും ഇല്ലാവണം ഞങ്ങൾ എന്റെ കഴിവ് കൊണ്ട് മാത്രമല്ല, നിങ്ങൾ ഈ വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും നമ്മുടെ പ്രമോഷൻസ് അത്രയും റിവ്യൂ ഉണ്ട്. ലൈക്ക് ഒരാളെ നമ്മളൊരു പ്രമോഷൻ ചെയ്താലും അവർക്ക് അത്രയും റീച്ച് കിട്ടുന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പേ ഔട്ട് മന്ത്ലി കിട്ടുന്നത്. നമ്മൾ ഈ ഫീൽഡിലോട്ട് വന്നപ്പോൾ ഒരുപാട് പേര് ബന്ധുക്കളൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അല്ലേ, ഒരുപാട് വിളക്ക് പറഞ്ഞു ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ് ശരിയല്ല എന്നൊക്കെ. അതുപോലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ അവര് തന്നെ ഇപ്പോ അവരുടെ ഓരോ ആവശ്യത്തിന് പ്രമോഷൻസിന് നമ്മളെ വിളിക്കാറുണ്ട്. പിന്നെ ഒരു സന്തോഷവും കൂടെ ഉണ്ട്, അൽഫല ഒരു ഫ്ലോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൾക്ക് അതൊരു ഞങ്ങൾ വാങ്ങിച്ചതല്ല, അവൾക്ക് ഉണ്ട് പക്ഷെ ഓൾറെഡി. പക്ഷെ എന്നാൽ പോലും അവളെ ഇഷ്ടത്തിന് അവൾക്ക് വാങ്ങിയിട്ടുണ്ട്. അതിലൊരു വീട് ഇനി ഉടനെ ബട്ട് സ്റ്റിൽ നമ്മുടെ ഞാനൊക്കെ അന്ന് കുഞ്ഞായിരുന്നു ഈ വീട് വെക്കുമ്പോ. അപ്പൊ എന്റെ ഇമാജിനേഷനിൽ നമുക്കൊരു വീട് വെക്കണം, ലൈക്ക് അതിന് സെപ്പറേറ്റ് ഒരു സ്റ്റുഡിയോ ഒക്കെ ഉള്ള വീട് വേണം എന്നാണ്. അപ്പൊ അങ്ങനെ നമ്മളൊരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതിന്റെ വർക്ക് എന്തായാലും ഒരു 1 ഇയറിനുള്ളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം ഇൻഷാ അല്ലാ. നമ്മളന്ന് ഇവിടെ വീട് വെച്ചപ്പോൾ നമ്മളെ കയ്യിലുള്ള പൈസ കൊണ്ട് നമ്മുടേതായ രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി അവർക്ക് അവരുടെ മോഡലല്ലേ, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരങ്ങ് വയ്ക്കട്ടെ. വീട് ചെറുതായി പോയി എന്നുള്ള പരാതി അല്ല അവള് പറയുന്നത്. അവക്കൊരു സ്റ്റുഡിയോ, അവക്ക് ബ്ലോഗ് ചെയ്യാനുള്ള ഒരു പ്രത്യേക ഒരു സ്പേസും ഒക്കെ പ്രത്യേകം ഉണ്ടാക്കണമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മുടെ ഐഡിയ ഉള്ള സ്ഥലത്ത് നമ്മൾ ചെയ്തു. അപ്പൊ എല്ലാരും ദുആ ചെയ്യണം. അത് ഉടനെ ഫോൺ അൺബോക്സ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ സെക്കൻഡ് പാർട്ടിൽ കാണാം. അങ്ങനെ നമ്മൾ അടുത്തുള്ള ഒരു കഫേയിൽ പോയിട്ട് ഒരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്തു കേട്ടോ. അപ്പം വാപ്പയുടെ ബർത്ത്ഡേസ് അങ്ങനെ ആഘോഷിക്കാറില്ല. മെയിൻലി ഞങ്ങളും ഡേറ്റ് ഇടയ്ക്കൊക്കെ മറന്നു പോകാറുണ്ട് കേട്ടോ. ആൻഡ് ഉമ്മയുടെയും വാപ്പയുടെയും ബർത്ത്ഡേസ് അങ്ങനെ ആഘോഷിക്കാറില്ല. പക്ഷെ അവർ നമ്മളെ ബർത്ത്ഡേസ് എപ്പോഴും ഓർത്തിരിക്കാറും അതുപോലെ സർപ്രൈസ് തരാറൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ പാരൻസിന് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടോ എന്ന് പറയുക, കൊടുക്കാൻ ആഗ്രഹം ഉണ്ടോ എന്നൊക്കെ കമൻറ്റ് ഡൗൺ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടും സ്നേഹവും എന്നും ഉണ്ടാവണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. കാര്യം ഇത് ഞാൻ മാത്രം കൊടുക്കുന്ന ഗിഫ്റ്റല്ല, നിങ്ങളും കൂടി കൊടുക്കുന്ന ഗിഫ്റ്റാണ്. കാര്യം നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതുകൊണ്ടും ഒക്കെയാണ് എനിക്കിങ്ങനൊരു പേയ്മെൻറ്റ് കിട്ടുക. അപ്പം നിങ്ങളും കൂടിയിട്ടാണ് വാപ്പാക്ക് വേണ്ടിയിട്ട് ഈ ഒരു സർപ്രൈസ് എൻ്റെ കൂടെ നിന്ന് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.